എല്ലാ അക്കാഡമികളും, എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ കൂടിച്ചേരലുകളും, എല്ലാ കൂട്ടായ്മകളും നാട്ടിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് മനുഷ്യത്വമാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അബവ് എവറിത്തിങ്, മറ്റെല്ലാത്തിനേക്കാളും വലുതായി നമുക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 23 വയസ്സുള്ള ഒരുത്തൻ സ്വന്തം ഉമ്മയെ കഴുത്തിൽ ഷോള് കൊണ്ട് ചുറ്റി തലക്കടിച്ച് മരിച്ചു എന്ന് വിചാരിച്ച് റൂമിലിട്ടിട്ട് ബൈക്ക് എടുത്തിട്ട് പോയി 89-90 വയസ്സാവാനായ പിതാവിന്റെ ഉമ്മയെ, സ്വന്തം അനിയന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഉൾപ്പെടെ, ഞാനൊരു സിനിമയുടെ കഥ പറയല്ല, നമ്മുടെ കേരളത്തിൽ ഉണ്ടായിപ്പോയ ഒരു സംഭവത്തെ സംബന്ധിച്ച് പറയേണ്ടി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മള് മറ്റെല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം വീടുകൾക്കകത്ത് കൊലപാതക പരമ്പരകൾ നടക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മറ്റെല്ലാം പഠിപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടതും പകർന്നു കൊടുക്കേണ്ടതും മനുഷ്യത്വവും പരസ്പര സ്നേഹവും ഒക്കെയാണ് എന്നുള്ള കാര്യത്തിനും സംശയം വേണ്ട. അതല്ലെങ്കിൽ നമ്മളൊരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും തോറ്റുപോകും. ഇപ്പൊ ഇവിടെ കുട്ടികൾ വന്നിരിക്കുന്ന ഒരിടം, നമ്മൾ കരിയറിനെ സംബന്ധിച്ച്, ഗ്രോത്തിനെ സംബന്ധിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ പരമാവധി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോ പറയാൻ തോന്നുന്നു, അതിനു മുമ്പ് പഠിക്കേണ്ട പാഠം ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെതാണ്. ഒരു ഡോക്ടേഴ്സ് അക്കാഡമിയിൽ വരുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ഒക്കെ നമുക്കെല്ലാവർക്കും പഠിക്കാൻ കുറെ പാഠങ്ങൾ നമ്മുടെ ചുറ്റുപാട് നൽകുന്നുണ്ട്. അതിൽ നിന്ന് കുറെ പാഠങ്ങൾ പഠിച്ച് ലഹരിക്കൊക്കെ എതിരായിട്ടുള്ള ഒരു മുന്നേറ്റം നാട്ടിലെല്ലാവരും കൂടെ ചേർന്ന്, കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അതീതമായി ചേർന്ന്, ജാതി മത ചിന്തകൾക്ക് അതീതമായി ചേർന്ന് ഓരോ സ്ഥാപനങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച്, ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇടപെടൽ നടത്തേണ്ട ഒരു കാലത്താണ് 6ാമതൊരു സ്ഥാപനം കൂടിയായി ഡോക്ടേഴ്സ് അക്കാഡമി വരുന്നത്. അപ്പൊ അക്കാഡമിക്കലി എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള, സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ജനറേഷൻസ് ഇവിടെ കടന്നു വരട്ടെ എന്നും ആ ഒരു ബോധത്തോടെ അവർ പുറത്തിറങ്ങട്ടെ എന്നും അവർക്ക് കരിയറിലും വിജയം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.